നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ ഓർമ്മയിൽ ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു. പാലപ്പിള്ളിയിൽ ബൈക്കിൽ പോവുകയായിരുന്ന കുടുംബത്തിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന. 3 അംഗ കുടുംബം രക്ഷപ്പെട്ടത് തലനാരിഴക്കി. ഫോണിലൂടെ പരിഹസിച്ചതിനുള്ള വൈരാഗ്യത്തിൽ വീട്ടിൽ കയറി ബന്ധുവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി പിടിയിലായത് പരിയാരം സ്വദേശി. പരസ്യ മദ്യപാനം ചോദ്യം ചെയ്തതിനുള്ള വൈരാഗ്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ജോലി തടസ്സപ്പെടുത്തിയതിന് 3 പേരെ വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. വാർത്തകൾ വിശദമായി. യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ ഓർമ്മയിൽ ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു. കുരിശുമരണത്തിന് മുന്നോടിയായി യേശുവിന്റെ പീഡാനുഭവങ്ങളുടെ ഓർമ്മ പുതുക്കാൻ കുരിശിന്റെ വഴിയിലും വിശ്വാസികൾ പങ്കെടുത്തു. വിവിധ പള്ളികളിൽ പരിഹാര പ്രദക്ഷിണവും നഗരി കാണിക്കലും ഉണ്ടായിരുന്നു. മലയാറ്റൂരിലേക്കും തീർത്ഥാടകരുടെ പ്രവാഹമാണ്. മനുഷ്യരുടെ മുഴുവൻ പാപങ്ങൾ ഏറ്റെടുത്ത് യേശു കുരിശുമരണം വരിച്ച ദിവസമാണ് ദുഃഖവെള്ളി. ലോകത്തെ സർവ്വ മനുഷ്യർക്കും വെളിച്ചം പകരുന്ന അസാധാരണമായ ത്യാഗത്തിന്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഈ ദിനം. ദുഃഖവെള്ളിയോടനുബന്ധിച്ച് പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിലെ തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ പോൾ തേക്കാനത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പീഠാനുഭവ വായനയും ദിവ്യകാരുണ്യ പ്രദക്ഷിണവും കുരിശിന്റെ വഴിയും പരിഹാര പ്രദക്ഷിണവും നടന്നു. നിരവധി വിശ്വാസികളാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത്. തൃശൂർ ലൂർദ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ ദുഃഖവെള്ളി ആചരണ തിരുക്കർമ്മങ്ങൾക്ക് തൃശൂർ അതിരൂപത മെത്രാപ്പോലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തൃശൂർ ലൂർദ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ ദുഃഖവെള്ളി ആചരണ തിരുക്കർമ്മങ്ങൾക്ക് തൃശൂർ അതിരൂപത മെത്രാപ്പോലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കത്തീഡ്രൽ വികാരി ഫാദർ ജോസ് വെല്ലൂരാൻ, ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത്, ഫാദർ ഹെഡ്ലി നീലങ്കാവിൽ, സഹവികാരിമാരായ ഫാദർ പ്രിജോഫ് വടക്കേത്തല, ഫാദർ ജിസ്മോൻ ചെമ്മണ്ണൂർ എന്നിവർ സഹകാർമ്മികരായി. അധർമ്മം നിറഞ്ഞ ഭൂമിയെ രക്ഷിക്കാൻ ദൈവപുത്രനായ യേശു ഭൂമിയിൽ അവതരിച്ചു. പീഡകൾ സഹിച്ച് കുരിശുമരണത്തിലൂടെ ഉദ്ധാനം ചെയ്തതുകൊണ്ട് കുരിശ് രക്ഷയുടെ മാർഗമാവുകയും മഹത്വത്തിലേക്ക് എത്തിച്ചേരുവാൻ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നും അഭിവന്ദ്യ താഴത്ത് പിതാവ് പ്രസംഗിച്ചു. ചടങ്ങുകൾക്ക് നടത്തുകൈക്കാരൻ ശ്രീ ലൂവി കണ്ണാത്ത്, മറ്റു കൈക്കാരന്മാരായ ജോസ് ചിറ്റാട്ടുകര, ജോജു മഞ്ഞില, തോമസ് കോനിക്കര, ഭക്തസംഘടനാ അംഗങ്ങൾ, കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ദുഃഖവെള്ളി ആചരണത്തിന്റെ ഭാഗമായി കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ പരിഹാര പ്രദക്ഷിണം നടത്തി. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ക്രിസ്തുവിന്റെ പീഠാനുഭവ ചരിത്രം ആവിഷ്കരിച്ചു. ഇടവക അതിർത്തിയിലൂടെ നടത്തിയ പരിഹാര പ്രദക്ഷിണത്തിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ചടങ്ങുകൾക്ക് റെക്ടർ ഫാദർ മനോജ് മേക്കാടത്ത്, സഹവികാരിമാരായ ഫാദർ അജിത് തടത്തിൽ, ഫാദർ റെയ്സൻ തട്ടിൽ, കൈക്കാരന്മാരായ ജോസ് വെട്ടുമണിക്കൽ, ജോസ് കറുകുറ്റിക്കാരൻ, ജോജു ചുള്ളി, ജോയ് കളത്തിങ്കൽ, PRO ഷോജൻ ഡി വിധേയത്തിൽ, കേന്ദ്രസമിതി പ്രസിഡന്റ് ജോയ് കുയിലാടൻ, യൂണിറ്റ് പ്രസിഡന്റ്, സംഘടനാ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. ദുഃഖവെള്ളി ദിനത്തിൽ കനകമല കുരിശുമുടി കയറി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനും ചാലക്കുടി തഹസിൽദാർ KA ജേക്കബും സംഘവും കനകമല കുരിശുമുടി കയറി മാർത്തോമാ ശ്ലീഹായുടെ തിരുസന്നിധിയിലെത്തി. വിശ്വാസികൾക്ക് തീർത്ഥാടന കേന്ദ്രവും നാനാജാതി മതസ്ഥർക്ക് വിനോദസഞ്ചാര കേന്ദ്രവുമായ കനകമല മാറട്ടെയെന്ന് അദ്ദേഹം ആശംസിച്ചു. എല്ലാ വർഷവും ഇതുപോലെ സ്ഥലങ്ങൾ സന്ദർശിക്കാറുണ്ടെന്ന് കളക്ടർ പറഞ്ഞു. രാവിലെ 7:30 കനകമല ക്ലൈംബ് ചെയ്യാൻ വന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ജില്ലയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിൽഗ്രിമേജ് സെൻ്ററാണ്. കൂടാതെ തന്നെ ഒരുപാട് വിശ്വാസികൾ ഇവിടെ വരുന്നുണ്ട്, വിശ്വാസികളല്ലാത്തവരും വരുന്നുണ്ട്. നല്ല പ്രകൃതി ഭംഗി ആസ്വദിച്ചും പിന്നെ അല്ലാതെ നല്ലൊരു ട്രെക്കിംഗ് എക്സ്പീരിയൻസും കൂടെയാണ് കനകമലയിൽ തരുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവരും ഇവിടെ ഒരു സമയമെങ്കിലും വന്നിട്ടുണ്ടാവേണ്ടതാണ്. തൃശൂർ ജില്ലയിലെ ഏക കുരിശുമുടി തീർത്ഥാടന കേന്ദ്രമായ കനകമല തീർത്ഥാടനത്തിന് ഇപ്രാവശ്യം വലിയ പ്രാധാന്യമുണ്ടെന്നും കുരിശുമല കയറി ഇറങ്ങിയപ്പോൾ നല്ല അനുഭവമാണ് ഉണ്ടായത് എന്നും ഇടുക്കി ജില്ലക്കാരനായ കളക്ടർ പറഞ്ഞു.
മനസ്സിനും ശരീരത്തിനും കണ്ണിനും ഒരുപോലെ ഊർജ്ജമേകുന്ന കനകമല കുരിശുമുടിയിലേക്ക് എല്ലാവരും കയറണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. കൈകാരന്മാരായ ജോസ് വെട്ടുമണിക്കൽ, ജോയ് കളത്തിങ്കൽ എന്നിവർ കളക്ടറെയും സംഘത്തെയും അനുഗമിച്ചു. റെക്ടർ ഫാദർ മനോജ് മേക്കാടത്ത്, സഹവികാരിമാരായ ഫാദർ അജിത് തടത്തിൽ, ഫാദർ റെയ്സൻ തട്ടിൽ, കൈകാരന്മാരായ ജോസ് കറുകുറ്റിക്കാരൻ, ജോജു ചുള്ളി, ജനറൽ കൺവീനർ തോമസ് കുറ്റിക്കാടൻ, PRO ഷോജൻ ഡി വിധേയത്തിൽ, ജോയ് നെല്ലിശ്ശേരി, കൺവീനർമാർ എന്നിവർ കളക്ടറെയും സംഘത്തെയും സ്വീകരിച്ചു. ദുഃഖവെള്ളിയോടനുബന്ധിച്ച് വിവിധ ഇടവകകളിൽ നടന്ന പരിഹാര പ്രദക്ഷിണത്തിന്റെ ദൃശ്യങ്ങളിലേക്ക്. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിൽ ദുഃഖവെള്ളി ആചരണം നടന്നു. രാവിലെ പ്രത്യേക തിരുക്കർമ്മങ്ങളും ഉച്ചകഴിഞ്ഞ് പരിഹാര പ്രദക്ഷിണവും നടന്നു. കൊടകര ടൗൺ ചുറ്റി നടന്ന പരിഹാര പ്രദക്ഷിണത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ഫൊറോന വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി, സഹവികാരി ഫാദർ ലിൻഡോ കാരക്കാടൻ എന്നിവർ പരിഹാര പ്രദക്ഷിണത്തിന് നേതൃത്വം നൽകി. ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോളി വടക്കൻ സമാപന സന്ദേശം നൽകി. കൈകാരന്മാരായ ജോസ് ഊക്കൻ, വർഗീസ് കോമ്പാറ, വർഗീസ് തൊമ്മാന, സെക്രട്ടറി ജസ്റ്റിൻ പന്തലിപ്പാടൻ, പള്ളി PRO ജോയ്സ് തെക്കുംതല തുടങ്ങിയവർ നേതൃത്വം നൽകി. പാലപ്പിള്ളിയിൽ ബൈക്കിൽ പോവുകയായിരുന്ന കുടുംബത്തിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന. കുണ്ടായി എസ്റ്റേറ്റ് ജീവനക്കാരനായ കുഞ്ഞിപ്പയും ഭാര്യയും കുഞ്ഞും ബൈക്കിൽ പോകുമ്പോഴാണ് സംഭവം. വ്യാഴാഴ്ച രാത്രി ഇവർ ആശുപത്രിയിൽ പോവുകയായിരുന്നു. റോഡിൽ നിൽക്കുകയായിരുന്ന കുട്ടിക്കൊമ്പൻ ഇവർക്കു നേരെ പാഞ്ഞെടുത്തു. ആക്രമണ സ്വഭാവത്തോടെ ആന ഇവർക്കു നേരെ പാഞ്ഞു വന്നു. വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തി അവരുടെ ജീപ്പിലാണ് ഇവരെ വീട്ടിലെത്തിച്ചത്. ഫോണിലൂടെ പരിഹസിച്ചതിനുള്ള വൈരാഗ്യത്തിൽ വീട്ടിൽ കയറി ബന്ധുവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിപിടിയിൽ. പരിയാരം അന്ത്രക്കാംപാടം സ്വദേശിയായ പള്ളത്തേരി വീട്ടിൽ 47 വയസ്സുള്ള ബിജുവിനെയാണ് വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 9 രാവിലെ 7:30 കുറ്റിച്ചിറ കൂർക്കമറ്റത്തായിരുന്നു സംഭവം.
പുല്ലൂർ ഊരകം സ്വദേശി തൊമ്മാന വീട്ടിൽ 42 വയസ്സുള്ള ബിനുവിനെയാണ് ബന്ധുവീട് അതിക്രമിച്ചു കയറി ബിജു ആക്രമിച്ചത്. ബിനുവിന്റെ ഭാര്യ പ്രിയയ്ക്കും ഇവരുടെ 2 മക്കൾക്കും ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. ബിജു മരവടി കൊണ്ട് ബിനുവിന്റെ തലക്കടിച്ച് പരിക്കേൽപ്പിക്കുകയും വെട്ടുകത്തി കൊണ്ട് കഴുത്തിൽ വെട്ടി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. കഴുത്തിൽ വെട്ടിയത് കൈകൊണ്ട് തടഞ്ഞതിൽ ബിനുവിന്റെ 2 കൈകളുടെയും മുട്ടിന് താഴെ ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട്. വെട്ടുകത്തി കൊണ്ട് വലത് കൈത്തണ്ടയിൽ കുത്തി മുറിവേൽപ്പിച്ചതും കാണാം. സംഭവശേഷം ഒളിവിൽ പോയ പ്രതി കഴിഞ്ഞ ദിവസം വെള്ളിക്കുളങ്ങര പോലീസിൽ ഹാജരായി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പരസ്യമദ്യപാനം ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ജോലി തടസ്സപ്പെടുത്തിയതിന് 3 പേരെ വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. ചെങ്ങാലൂർ കുണ്ടുകടവ് പാറമേക്കാടൻ 46 വയസ്സുള്ള രമേശ്, സഹോദരങ്ങളായ തെക്കേ നന്ദിപുലം മൂലക്കാട്ടിൽ 23 വയസ്സുള്ള അഭിലാഷ്, 26 വയസ്സുള്ള അഖിലേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. ബുധനാഴ്ച രാത്രി 10:15 എടലപ്പള്ളി ക്ഷേത്രത്തിന് സമീപം പരസ്യമായി മദ്യപാനം നടത്തുന്നതായി വിവരം ലഭിച്ച് അന്വേഷണത്തിനെത്തിയ പോലീസിനെയാണ് പ്രതികൾ തടഞ്ഞത്. SI CG മനോജ്, സിവിൽ പോലീസ് ഓഫീസർ ജോഫിൻ ജോണി എന്നിവരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നാണ് പരാതി. പ്രതികളെ കൈയോടെ പിടികൂടിയെങ്കിലും പോലീസിൽ നിന്നും കുതറിമാറി ഇവർ കടന്നുകളഞ്ഞു. 3 പേരും മറ്റ് മുൻപ് കേസുകളിലും പ്രതികളായിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. SHO KN മനോജ്, SI ജയചന്ദ്രൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജോഫിൻ ജോണി, സജീവ്, ഷിജു എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. CPM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായി KK രാമചന്ദ്രൻ MLA തിരഞ്ഞെടുത്തു. UP ജോസഫ്, സേവ്യർ ചിറ്റിലപ്പള്ളി, PK ഡേവിസ്, PK ഷാജൻ, PK ചന്ദ്രശേഖരൻ, TK വാസു, KV നഫീസ, TV ഹരിദാസ്, M ബാലാജി എന്നിവരാണ് മറ്റംഗങ്ങൾ. പൂക്കോട് കീനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പിച്ചള പൊതിഞ്ഞ സോപാനത്തിന്റെ സമർപ്പണവും കീനൂരപ്പന് 1 അടി ചുറ്റുമതിൽ പദ്ധതി സമർപ്പണവും ഞായറാഴ്ച നടക്കും. രാത്രി 7-ന് നടക്കുന്ന ചടങ്ങിൽ തന്ത്രി വടക്കേടത്ത് പെരുമ്പടപ്പ് കേശവൻ നമ്പൂതിരി, സിനിമാ താരം രമ്യ, ശശി അയ്യഞ്ചിറ എന്നിവർ പങ്കെടുക്കും. പുതുക്കാട് തെക്കേത്തുറവ് വള്ളിക്കുന്നത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച തിരുവോണ ഊട്ട് ഉണ്ടായിരിക്കും. രാവിലെ വിശേഷാൽ പൂജകൾ, ഗണപതി ഹോമം, സമ്പൂർണ്ണ നാരായണീയ പാരായണം എന്നിവ നടക്കും. ഇനി കാണാം ഇൻഫോടോക്ക്. മഖാനയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഫോക്സ് നട്ട്സ്, താമരവിത്ത്, ഗോർഗോൺ നട്ട്സ് എന്നിങ്ങനെ പല പേരുകളിലും ഇതറിയപ്പെടുന്നു. മഖാന ഒരു പരമ്പരാഗത ഇന്ത്യൻ ലഘുഭക്ഷണമാണ്. പോഷക ഗുണങ്ങൾ കൊണ്ട് സമ്പന്നമാണ് മഖാന. ആരോഗ്യം നിലനിർത്താനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും മഖാന ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ഏറ്റവും പ്രധാനമാണ്. റിപ്പോർട്ടിലേക്ക്. കാൽഷ്യം, മഗ്നീഷ്യം, ഇരുമ്പ്, ഫോസ്ഫറസ് എന്നിവയാൽ സമ്പന്നമാണ് മഖാന. കലോറി വളരെ കുറവാണ് എന്നതാണ് മഖാനയുടെ മറ്റൊരു ഗുണം. വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് ധൈര്യമായി മഖാന കഴിക്കാവുന്ന വിഭവമാണ്. പ്രോട്ടീൻ, നാരുകൾ, മഗ്നീഷ്യം, പൊട്ടാസ്യം, ഫോസ്ഫറസ്, ഇരുമ്പ്, സിങ്ക് തുടങ്ങിയ ആവശ്യ പോഷകങ്ങൾ മഖാനയിൽ അടങ്ങിയിരിക്കുന്നു. എല്ലുകളുടെ ആരോഗ്യം, ഇലക്ട്രോലൈറ്റ് ബാലൻസ് നിലനിർത്തൽ തുടങ്ങിയ വിവിധ ശാരീരിക പ്രവർത്തനങ്ങളിൽ ഈ പോഷകങ്ങൾ നിർണായക പങ്ക് വഹിക്കുന്നു. എല്ലുകളെ ശക്തിപ്പെടുത്തുന്നതിനും പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിനും മഖാന ഗുണം ചെയ്യും. മഖാന രക്തചംക്രമണം വർദ്ധിപ്പിക്കുന്നു. കൊളസ്ട്രോളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു. ഫ്ലേവനോയിഡുകളും പോളിഫെനോളുകളും പോലുള്ള ആന്റി ഓക്സിഡന്റുകൾ മഖാനയിൽ അടങ്ങിയിട്ടുണ്ട്. ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുന്നതിലൂടെ ഈ ആന്റി ഓക്സിഡന്റുകൾ കോശങ്ങളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുകയും വിട്ടുമാറാത്ത രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. മഖാനയിൽ കലോറി കുറവും നാരുകൾ കൂടുതലുമുള്ളതിനാൽ ശരീരഭാരം നിയന്ത്രിക്കുന്നതിനുള്ള മികച്ച ലഘുഭക്ഷണമാണിത്. ഇതിലെ ഫൈബർ വിശപ്പ് നിയന്ത്രിക്കുന്നതിലൂടെ മൊത്തത്തിലുള്ള കലോറി ഉപഭോഗം കുറയ്ക്കുന്നു. മഖാനയിൽ കുറഞ്ഞ ഗ്ലൈസമിക് സൂചികയാണുള്ളത്. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. മഖാനയിലെ മഗ്നീഷ്യം, പൊട്ടാസ്യം എന്നിവ ഹൃദയാരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. മഗ്നീഷ്യം രക്തക്കുഴലുകൾ വിശ്രമിക്കാനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കുന്നു. അതേസമയം പൊട്ടാസ്യം ശരീരത്തിലെ സോഡിയത്തിന്റെ അളവ് സന്തുലിതമാക്കുകയും രക്താതിമർദ്ദം തടയുകയും ചെയ്യുന്നു. ഭക്ഷണക്രമത്തിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ ആരോഗ്യ വിദഗ്ധന്റെ സേവനം തേടണം. കാലാവസ്ഥ. കൂടിയ ചൂട് 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 26 ഡിഗ്രി സെൽഷ്യസ്.
വില്ലടത്ത് പ്രവർത്തിക്കുന്ന കനറ ബാങ്ക് ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ ഏപ്രിലിൽ ആരംഭിക്കുന്ന സൗജന്യ തയ്യൽ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 18 മുതൽ 44 വയസ്സുവരെ പ്രായമുള്ള സ്ത്രീകൾക്ക് പങ്കെടുക്കാം. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാണ് പരിശീലനം. ഭക്ഷണവും താമസവും ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും സൗജന്യമായിരിക്കും. പദ്ധതിയുടെ ഭാഗമായി സംരംഭകത്വ വികസനം, വായ്പാ സൗകര്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ക്ലാസുകളും ഉണ്ടാകും. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് കേന്ദ്ര സർക്കാരിന്റെ NCVET സർട്ടിഫിക്കറ്റും ലഭിക്കും. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0487-269-4412 9447196124. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,945 രൂപ, പവന് 71,560 രൂപ. വരന്തരപ്പള്ളി പുത്തൻ വീട്ടിൽ സുധാകരമേനോൻ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് വീട്ടുവളപ്പിൽ. ആശ, അവിനാശ്, അമിത എന്നിവർ മക്കളും മോഹൻ, രജനി, രവിഗോപാൽ എന്നിവർ മരുമക്കളുമാണ്. പുതുക്കാട് പുളിക്കൻ ഡേവിസിന്റെയും മേഴ്സിയുടെയും മകൻ സനോജ് അന്തരിച്ചു. 37 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10-ന് പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ ഓർമ്മയിൽ ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു. പാലപ്പിള്ളിയിൽ ബൈക്കിൽ പോവുകയായിരുന്ന കുടുംബത്തിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന. 3-അംഗ കുടുംബം രക്ഷപ്പെട്ടത് തലനാരിഴക്കി. ഫോണിലൂടെ പരിഹസിച്ചതിനുള്ള വൈരാഗ്യത്തിൽ വീട്ടിൽ കയറി ബന്ധുവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി പിടിയിൽ. പിടിയിലായത് പരിയാരം സ്വദേശി. പരസ്യമദ്യപാനം ചോദ്യം ചെയ്തതിനുള്ള വൈരാഗ്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ജോലി തടസ്സപ്പെടുത്തിയതിന് 3 പേരെ വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.